കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വേട്ടയാടൽ നടപടിയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, BJP അടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നേ വരെ ഇൻകം ടാക്സ് അടച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആ നിലയിലുള്ള നോട്ടീസ് നൽകിയിട്ടില്ല. കോൺഗ്രസിന് മാത്രം 2017 ഒരു നോട്ടീസിൻ്റെ പേരിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുക എന്ന് പറയുന്നത്, അത് രാഹുൽ ഗാന്ധി തന്നെ കൃത്യമായിട്ട് പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകളല്ല ഫ്രീസ് ചെയ്യപ്പെടുന്നത്, ഇന്ത്യൻ ജനാധിപത്യമാണ് ഫ്രീസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിശദീകരിക്കും. പിന്നെ ഇദ്ദേഹം ഇവിടെ പറഞ്ഞതൊക്കെ അത് ഈ പറയുന്ന എല്ലാ അധികാരവും ഇൻസ്റ്റിറ്റ്യൂഷനും ഇവരുടെ കയ്യിലുള്ള ഒരു അഹന്തയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ലെറ്റസ് വെയിറ്റ് എന്ന്, നിങ്ങൾ കോടതിയിൽ കേസ് നടത്ത്, ലെറ്റസ് വെയിറ്റ് എന്നാണ് പറയുന്നത്. സർ, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ നിർണായകമായൊരു സമയത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങളൊരു ഫിനാൻഷ്യൽ ടെററിസം എന്ന നിലയിൽ ഈ നടപടി നടപ്പാക്കിയിട്ടുള്ളത്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആപ്തവാക്യം. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. വൈകിയെത്തുന്ന നീതി എന്ന് പറയുന്നത് അനീതിയാണ്. ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും വിശ്വാസം അർപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച നേരെ പോയി BJPയുടെ സ്ഥാനാർത്ഥിയാവുന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ അവർ റിട്ടയർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം BJPയുടെ സ്ഥാനാർത്ഥിയാവുന്നു. ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും ഗവർണർ സ്ഥാനത്തേക്കൊക്കെ കടന്നു വരുന്നു. സൈന്യത്തിൻ്റെ ആർമി ജനറൽമാർ നേരെ പോയി BJPയിൽ ചേരുന്നു. ഇങ്ങനെയാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും നിങ്ങൾ പിടിമുറുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരന് നീതി ലഭിക്കും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ നാൾക്കുനാൾ മോദി ഭരണത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റു തൊട്ട് പടുത്തുയർത്തിയ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ ഉദാഹരണം പറയാം, രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള 2 വർഷം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ആ മാനനഷ്ട കേസ് ഒന്ന് ആലോചിച്ചു. എത്ര ഫ്ലിംസി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ആ കേസ് ഉയർന്നു വന്നത്. അതിൽ സൂറത്തിലെ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് വിധിക്കുന്നു, 2 വർഷം തന്നെ തടവ് ശിക്ഷ വിധിക്കുന്നു. കാരണം ഒരു വർഷവും 11 മാസവും 29 ദിവസമാണെങ്കിൽ അതിൻ്റെ പേരിൽ അയോഗ്യത കൽപ്പിക്കാൻ പറ്റില്ല, MP സ്ഥാനത്ത് പുറത്തു പറയാൻ പറ്റില്ല. അതുകൊണ്ട് 2 വർഷം തികച്ച് ശിക്ഷ വിധിക്കുന്നു. അത് ജില്ലാ കോടതിയിൽ പോകുന്നു, ആ ശിക്ഷ ശരിവെക്കുകയാണ്. ഹൈക്കോടതിയിൽ, ഗുജറാത്ത് ഹൈക്കോടതി അതിൻ്റെ പുറമെ വേറെ കുറേ ആരോപണങ്ങൾ കൂടി രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞുകൊണ്ടാണ് ആ ശിക്ഷ ശരിവെക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ കോടതികളുടെ അവസ്ഥ. എന്നിട്ട് സുപ്രീം കോടതി പോയതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന് അദ്ദേഹം 4.5 ലക്ഷം വോട്ടിന് ജയിച്ച മണ്ഡലത്തിന്റെ പ്രതിനിധാനത്വം തിരിച്ചു കിട്ടുന്നത്. രാഹുൽ ഗാന്ധി ഒരാൾക്ക് പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ചാളുകൾക്ക് പറ്റും. ഈ ഓരോ ആൾക്കും നീതി ലഭിക്കണമെങ്കിൽ ഇത്രയധികം ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരിക. ഏറ്റവും അവസാനം സുപ്രീം കോടതി ഒരു 100 വിധി പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ 10 ചിലപ്പോൾ നല്ല വിധി ഉണ്ടാവും, ബാക്കി 90 സുപ്രീം കോടതിയുടെ വിധി. ഇത് തന്നെയാണ് പല വിഷയങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ളതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇലക്ഷൻ സമയത്ത് കോൺഗ്രസിനെ പൂർണ്ണമായിട്ട് വരിഞ്ഞു മുറുക്കണം, കോൺഗ്രസിന്റെ പ്രവർത്തനം നടത്താൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടാക്കണം. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ ഒരു സാമ്പത്തിക ഭീകരാക്രമണത്തെക്കുറിച്ച് ജനങ്ങളോട് തുറന്നു പറയാൻ ഞങ്ങൾ തയ്യാറാവും. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഒരു ബൂത്തിൽ BJPയുടെ 10 ഫ്ലക്സ് ബോർഡ് ഉണ്ട്, ഞങ്ങളുടെ എതിരാളികളായിട്ടുള്ള CPMൻ്റെയും LDFൻ്റെയും 10 ഫ്ലക്സ് ബോർഡുകളുണ്ട്. ഞങ്ങളുടെ 1 ബോർഡോ 2 ബോർഡേ ഉള്ളൂ എങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അവരുടെ 100 പോസ്റ്ററിൻ്റെ ഇടയിൽ ഞങ്ങളുടെ 10 പോസ്റ്ററോ 5 പോസ്റ്ററോ കാണുന്നുള്ളൂ എങ്കിൽ ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് അവസ്ഥ എന്നുള്ളത്. ആ കാര്യം ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നേരെയുള്ള പ്രാദേശിക വിഭവ സമാഹരണത്തിന് പ്രാദേശിക വിഭവ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആ രീതിയിൽ നിങ്ങളടക്കമുള്ള നേതാക്കൾ എങ്ങനെ മറികടക്കാൻ കഴിയും? അപ്പൊ പ്രാദേശികമായിട്ട് ഞങ്ങളുടെ അനുഭാവികളോട് ഞങ്ങളുടെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് പ്രാദേശികമായിട്ടുള്ള വിഭവ സമാഹരണം, ഒരു ബൂത്തിൽ ഒരു 10-20 പ്രവർത്തകർ കൂടി ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. ഇത്രയധികം സമയം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയും 10-35 ദിവസം ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ ദിവസവും 10-25 ആളുകൾ ഒരുമിച്ച് കൂടി ഒരു ബൂത്തിൽ വർക്കിന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ചായയുടെ ചിലവുണ്ട്, ഉച്ചത്തെ ഭക്ഷണത്തിൻ്റെ ചിലവുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ പ്രാദേശികമായി തന്നെ കണ്ടെത്താൻ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് അതിനു വേണ്ടിയുള്ള ധനസഹായത്തിന് വേണ്ടി ഞങ്ങൾ ജനങ്ങളുടെ കൈ മുമ്പിൽ നീട്ടുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഞങ്ങൾക്ക് ആശങ്കയുമില്ല. കാരണം ഈ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നും എന്താണ് അതിൻ്റെ പ്രതിവിധി എന്നും എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കോൺഗ്രസ് മറികടക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊരു അന്തിമ പോരാട്ടമാണ്. ഈ പോരാട്ടം കോൺഗ്രസ് നടത്തുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഈ രാജ്യത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ നെറുകെട്ട ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഈ നാട്ടിലെ
എന്നല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഞങ്ങളുടെ പ്രദേശത്തുകൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഞങ്ങൾ കൂപ്പൺ അടിച്ച് കൊടുത്തിരുന്നു. സാധാരണഗതിയിൽ കൂപ്പൺ അടിച്ച് കൊടുത്താൽ അതിൻ്റെ ഒരു 60% തുക പിരിഞ്ഞു കിട്ടുക. പക്ഷേ ഇത് അതിൻ്റെ അപ്പുറത്ത് പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള ഒരു ഫണ്ട് ശേഖരണം ആ ഘട്ടത്തിൽ സാധ്യമായി എന്നുള്ളത് അതൊരു ജനങ്ങളുമായിട്ട് അത് റെസനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രാഹുൽ ഗാന്ധി നടക്കുന്ന ഈ ഒരു വലിയ സമരം അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന വലിയ ഒരു ത്യാഗം അത് ഞങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് മനസ്സിലാവുമ്പോൾ അവരതിൻ്റെ സ്വമേധയാ ഭാഗമാകും. ശരി, എന്തായാലും അവസരം കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം.